ഹലോ ഗൈസ്, RR44ലേക്ക് സ്വാഗതം. നമുക്ക് തുടങ്ങാം. ലോകത്തുള്ള വിവിധ സ്പേസ് ഏജൻസികൾ ടെലിസ്കോപ്പുകൾ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ഗാലക്സികളെയും നിരീക്ഷിക്കാനായി ഈ ടെലിസ്കോപ്പ് സ്പേസിൽ വെച്ചാൽ എങ്ങനെയിരിക്കും? അങ്ങനെയുള്ള ടെലിസ്കോപ്പാണ് ജെയിംസ് വെബ്. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വില കൂടിയതും ഏറ്റവും വലുതുമാണ് ജെയിംസ് വെബ്. അമേരിക്കയുടെ നാസ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, കനേഡിയൻ സ്പേസ് ഏജൻസി എന്നീ സ്പേസ് ഏജൻസികളുടെ കൊളാബറേഷൻ ഫലമായി ഉണ്ടായതാണ് ജെയിംസ് വെബ്. ഈ ടെലിസ്കോപ്പ് നിർമ്മിക്കുവാനായി $10 ബില്യൺ അഥവാ 88,000 കോടിയിലധികം ചിലവ് വന്നിട്ടുണ്ട്. 1996 മുതൽ നാസ ഈ ഭീമനെ നിർമ്മിക്കുവാനായി പ്ലാൻ തുടങ്ങിയിരുന്നു. 1996 മുതൽ ഇനിഷ്യൽ ഡിസൈനുകളും ആരംഭിച്ചു. അപ്പോൾ ഇതിൻ്റെ പേര് ദ നെക്സ്റ്റ് ജനറേഷൻ സ്പേസ് ടെലിസ്കോപ്പ് എന്നായിരുന്നു. 1999 മുതൽ 2 കോൺസെപ്റ്റ് സ്റ്റഡികൾ കമ്മീഷൻ ചെയ്തിരുന്നു. 2007 പൊട്ടൻഷ്യൽ ലോഞ്ചും നിശ്ചയിച്ചു. ഇതിനായി $1 ബില്യൺ വകയിരുത്തി. ഈ പ്രോഗ്രാമിന് കോസ്റ്റ് കൂടുതലും ഡിലേകളും കാരണം കുറേ തടസ്സങ്ങൾ നേരിട്ടു. 2005 ഒരു മേജർ റീഡിസൈൻ നടത്തി. അതിനുശേഷം 2016 വരെ നിർമ്മാണ പ്രവർത്തനങ്ങളും. നിർമ്മാണം 2016 പൂർത്തിയായി. അതിനുശേഷം പലവിധമായ ടെസ്റ്റുകളും. ജെയിംസ് വെബ് ടെലിസ്കോപ്പ് എന്ന പേര് നൽകിയിരിക്കുന്നത് നാസയുടെ മുൻ അഡ്മിനിസ്ട്രേറ്ററായ ജെയിംസ് വെബിനോടുള്ള ആദരവ് പ്രകാരമാണ്. നാസയുടെ ജെമിനി, മെർക്കുറി, അപ്പോളോ പ്രോഗ്രാമുകൾ അദ്ദേഹത്തിൻ്റെ സേവന കാലഘട്ടമായ 1961 മുതൽ 1968 സമയത്തായിരുന്നു. ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിനേക്കാൾ 100 തവണ പവർഫുള്ളാണ് ജെയിംസ് വെബ് ടെലിസ്കോപ്പ്. ജെയിംസ് വെബ് ടെലിസ്കോപ്പിൻ്റെ ഭാരം എന്ന് പറയുന്നത് ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിനേക്കാൾ പകുതിയാണ്. വെബിൻ്റെ പ്രൈമറി മിറർ എന്ന് പറയുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ബെറീലിയം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 18 ഹെക്സഗണൽ മിറർ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതെല്ലാം ചേർന്ന് 6.5 ഡയമീറ്റർ നൽകുന്നു. ഇത് ഹബിൾ സ്പേസിൻ്റെ 2.4 ഡയമീറ്ററിനേക്കാൾ വളരെ വലുതാണ്. വെബിന് 5 ലെയർ സൺഷീൽഡ് ഉണ്ട്. ഇത് സൂര്യനാലും ഭൂമിയാലും അതുപോലെ ചന്ദ്രനാലും ഉണ്ടാകുന്ന താപത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു. കാരണം വെബ് വളരെയധികം കുറഞ്ഞ താപനിലയായ 50 കെൽവിൻ അഥവാ -223 സെൻറ്റിഗ്രേഡിൽ സൂക്ഷിക്കണം. ടെലിസ്കോപ്പിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷനുകൾ കളക്ട് ചെയ്ത ലൈറ്റുകളായി തടസ്സങ്ങൾ ഉണ്ടാവാതെ ഇരിക്കാനായും ഇത് സഹായിക്കുന്നു. നിയർ ഇൻഫ്രാറെഡ് ഇമേജറാണ് വെബിൻ്റെ പ്രൈമറി നിയർ ഇൻഫ്രാറെഡ് ഇമേജർ. വൈഡ് വെറൈറ്റി ഓഫ് ഇൻവെസ്റ്റിഗേഷനുകൾക്ക് വേണ്ടി ഈ ഇമേജറുകൾ ഹൈ റെസൊല്യൂഷൻ ഇമേജിങ്ങും സ്പെക്ട്രോസ്കോപ്പിയും നൽകുന്നു. ആദ്യകാല നക്ഷത്രങ്ങളുടെയും ഗാലക്സികളുടെയും ഉത്ഭവ സമയത്തുണ്ടാകുന്ന ലൈറ്റുകൾ നിയർ ഇൻഫ്രാറെഡ് ഇമേജറുകൾ ഡിറ്റക്ട് ചെയ്യുന്നു. നക്ഷത്ര സമൂഹത്തിൻ്റെയും ഗാലക്സികളുടെയും എണ്ണവും അതുപോലെ തന്നെ മിൽക്കി വേ കൂപ്പർ ബെൽറ്റ് ഒബ്ജക്റ്റുകളിലെയും നൂതനമായ രൂപം കൊണ്ട നക്ഷത്രങ്ങളെയും നിരീക്ഷിക്കുന്നു. നിയർ ഇൻഫ്രാറെഡ് സ്പെക്ട്രോഗ്രാഫുകൾ നിയർ ഇൻഫ്രാറെഡ് വേവ് ലെങ്തുകൾ ഡിറ്റക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ 100 വസ്തുക്കളെ ഒരേ സമയത്ത് നിരീക്ഷിക്കാനായി ഇതിന് സാധിക്കും. സ്പേസിലെ ആദ്യ സ്പെക്ട്രോഗ്രാഫാണ് ഇതുപോലെ ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ വസ്തുക്കളെ നിരീക്ഷിക്കാനാകുന്നത്. മിഡ് ഇൻഫ്രാറെഡ് ഇൻസ്ട്രുമെൻറ്റ് ഇമേജിംഗ് അതുപോലെ സ്പെക്ട്രോസ്കോപ്പിക് കേപ്പബിലിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നു. മിഡ് ഇൻഫ്രാറെഡ് വേവ് ലെങ്തുകളായ 5 മുതൽ 28 മൈക്രോണിനിടയിൽ ഇമേജിംഗ് സ്പെക്ട്രോസ്കോപ്പിക് കേപ്പബിലിറ്റികൾ നൽകുന്നു. ഫൈൻ ഗൈഡൻസ് സെൻസറുകൾ ഡീപ്പ് സ്പേസിലുള്ള ബ്രൈറ്റ് സ്റ്റാറുകളെ ടാർഗറ്റിൽ തന്നെ നിർത്താനായി സഹായിക്കുന്നു. അതുപോലെ ഇത് കാരണം ഷാർപ്പായതും ഹൈ ക്വാളിറ്റി ആയതുമായ ചിത്രങ്ങൾ ലഭിക്കുന്നു. നിയർ ഇൻഫ്രാറെഡ് ഇമേജറുകളും സ്ലിറ്റ്ലെസ് സ്പെക്ട്രോഗ്രാഫുകളും നിയർ ഇൻഫ്രാറെഡ് ഇമേജിംഗ് അതുപോലെ സ്പെക്ട്രോസ്കോപ്പിക് കേപ്പബിലിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പർച്ചർ മാസ്ക് ഇൻ്റർഫെറോമെട്രിക് കേപ്പബിലിറ്റികളുള്ള ഏക ഇൻസ്ട്രുമെൻ്റാണ് വെബ്. ഇതിന് മാത്രമുള്ള പ്രത്യേക കഴിവാണ് ബ്രൈറ്റ് ഒബ്ജക്റ്റുകളുടെ ഇമേജുകൾ എടുക്കാനായി. മറ്റ് ഇമേജുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലിയ റെസൊല്യൂഷനിൽ ഇത് ലഭിക്കുന്നു. ഫസ്റ്റ് ലൈറ്റ് ഡിറ്റക്ഷൻ, എക്സോപ്ലാനറ്റ് ഡിറ്റക്ഷൻ, ക്യാരക്ടറൈസേഷൻ, എക്സോപ്ലാനറ്റ് ട്രാൻസിറ്റ് സ്പെക്ട്രോസ്കോപ്പി എന്നിവയ്ക്ക് വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. ഫോൾഡിംഗ് സെഗ്മെൻറ്റഡ് മിറർ, ലൈറ്റ് വെയ്റ്റ് ഒപ്റ്റിക്സ്, ക്രയോജനിക് ആക്ച്വേറ്റേഴ്സ്, മിറർ കൺട്രോൾ വേവ് ഫ്രണ്ട് സെൻസിംഗ് എന്നിവയൊക്കെയാണ് വെബ് ടെലിസ്കോപ്പിലുള്ള ചില മിറർ ഇന്നോവേഷൻസ്. റേഡിയേഷനുകളിലും ടെമ്പറേച്ചറിൽ നിന്നും സംരക്ഷിക്കാനായി സൺഷീൽഡ് കോട്ടിങ്ങുകളും നൽകിയിരിക്കുന്നു. ഇംപ്രൂവ്ഡ് ഡിറ്റക്ടേഴ്സ്, മൈക്രോ ഷട്ടേഴ്സ്, ക്രയോ കൂളേഴ്സ്, ബാക്ക് പ്ലെയിൻ, ക്രയോജനിക് ഡാറ്റ അക്വിസിഷൻ ASIC എന്നിവയൊക്കെയാണ് ജെയിംസ് വെബിലെ ചില ഇന്നോവേഷൻസും. കഠിനകരമായ പലവിധ ടെസ്റ്റുകൾക്കും ശേഷം 25 ഡിസംബർ 2021 ജെയിംസ് വെബ് ലോഞ്ച് ചെയ്തു. ഫ്രഞ്ച് ഗയാനയിൽ നിന്നും ഏരിയൻ 5-ൽ. ലോഞ്ചിന് ശേഷം ജാനുവരി 24, 2022 ലഗ്രാഞ്ച് 2 പോയിന്റിലെത്തി. വെബ് ഭൂമിക്ക് ചുറ്റും ഭ്രമണം ചെയ്യുന്നില്ല. ഹബിൾ സ്പേസിനെ പോലെ വെബ് സൂര്യന് ചുറ്റും ഭ്രമണം നടത്തുന്നു. അതും ഭൂമിയിൽ നിന്നും 1.5 മില്യൺ കിലോമീറ്റർ അകലെയുള്ള ലഗ്രാഞ്ച് 2 പോയിന്റിൽ. അൺഫോൾഡിങ്ങും പ്രിപ്പറേഷനുകൾക്കും ശേഷം 12 ജൂലൈ 2022 വെബ് അതിൻ്റെ ഓപ്പറേഷനുകൾ തുടങ്ങി. നമ്മുടെ പ്രപഞ്ചത്തിലെ എല്ലാ ഫേസുകളുടെയും ചരിത്രം വെബ് പഠിക്കുന്നു. ബിഗ് ബാങ് തൊട്ട് ആദ്യ ലൂമിനസ് ഗ്ലോസ് എന്നിവയൊക്കെ. എന്ന് വെച്ചാൽ 13.5 ബില്യൺ വർഷങ്ങൾ യാത്ര ചെയ്യുന്ന പ്രകാശം വരെ. അതുപോലെ തന്നെ നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ ഫോർമേഷനുകൾ, ആവാസ വ്യവസ്ഥ സാധ്യമായതോ നമ്മുടെ ഭൂമിക്ക് സമാനമായി ആവാസ വ്യവസ്ഥയുള്ള ഗ്രഹങ്ങളെ പറ്റിയും പഠിക്കുന്നു. കൂടാതെ നമ്മുടെ ഭൂമിയെ പറ്റിയും പഠിക്കുന്നു. അതുപോലെ തന്നെ എക്സോപ്ലാനറ്റുകളെ, ജലത്തിൻ്റെ സാന്നിധ്യവും. ഈ അടുത്ത് വെബ് ഒരു ഇമ്മൻസ് സ്റ്റെല്ലാർ ജെറ്റ് കണ്ടെത്തി. നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയുടെ ഔട്ട്സ്കേർട്സിലായിരുന്നു ഇത്. അതുപോലെ തന്നെ വെബ് ആദ്യ ഡയറക്റ്റ് വ്യൂ ചെയ്തു ഒരു വലിയ ഗ്രഹത്തിന് ചുറ്റുമുള്ള ഡിസ്കിലെ മെറ്റീരിയലുകളെ. ഒരു ഇൻ്റർനാഷണൽ ടീം ഓഫ് അസ്ട്രോണമേഴ്സ്
ഒരു കാർബൺ റിച്ച് ഡിസ്ക് എൻസർക്കിൾ ചെയ്യുന്നതും കണ്ടെത്തി CTCHA-bയിൽ. ഇത് ഭൂമിയിൽ നിന്നും 625 പ്രകാശവർഷം അകലെയാണ്. ഈ ഗ്രഹം ഭ്രമണം ചെയ്യുന്ന നക്ഷത്രം 2 മില്യൺ വർഷം മാത്രം പഴക്കമുള്ളതാണ്. റെഡ് സ്പൈഡർ നെബുലയുടെ വളരെ അത്യാകർഷണമായ ചിത്രം വെബ് എടുത്തിരുന്നു. ഈ നെബുല അതിൻ്റെ എക്സ്റ്റീരിയർ ലെയർ ഷെഡ് ചെയ്യുകയാണ്. വളരെ ഭംഗിയുള്ള കോസ്മിക് സ്പൈഡർ ഇത് നൽകുന്നു. ഈ അടുത്ത് എല്ലാവരും വാർത്തകളിൽ ഇൻ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റായ 3 Atlasന്റെ വിവരങ്ങൾ അറിഞ്ഞിരുന്നു. വെബ് ഇതിൻ്റെ പിന്നാലെയും ഉണ്ടായിരുന്നു. വെബ് ഇതിൻ്റെ കുറേ ചിത്രങ്ങളും എടുത്തിരുന്നു. ഒരു 3 നില കെട്ടിടത്തിൻ്റെ ഉയരമുണ്ട് വെബിന്, അതുപോലെ ഒരു ടെന്നീസ് കോർട്ടിൻ്റെ വലിപ്പവും. വെബിൻ്റെ പ്ലാൻ ചെയ്തിരിക്കുന്ന മിഷൻ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 10 വർഷമാണ്. അതുപോലെ 20 വർഷമോ അതിൽ കൂടുതലോ കാലം ലൈഫ് പ്രതീക്ഷിക്കുന്നുമുണ്ട്. വെബ് ഒരു എഞ്ചിനീയറിംഗ് മാർവലാണ്. ഈ ഇൻഫ്രാറെഡ് ഒബ്സർവേറ്ററി എല്ലാവരെയും ഇംപ്രസ് ചെയ്യുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഗൈസ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നീട് കാണാം.